അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹാർഡ് കോർ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പോണ്. ഇനി നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഒന്ന് വില്ലേജ് കണ്ടുപിടിക്കണം, പിന്നെ വില്ലേജറിന്റെ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ക്രോപ്സ് സെറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യണം, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ബെഡ് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫുഡും ബെഡും ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അഥവാ നൈറ്റ് ആയാലും വിചാരിച്ചിട്ടാണ്. നമ്മൾ എന്തായാലും കുറച്ചൊന്ന് കറങ്ങി നോക്കട്ടെ. ഏതെങ്കിലും ഒരു വില്ലേജ് ഉണ്ടോ? ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്തൊരു സബ് ചെയ്യാം. ഗൈസ്, കറങ്ങി തരുന്ന നമ്മളൊരു ഒരു ലാവാ പൂള് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ടാണ്, ഇതിൻ്റെ അടുത്ത് നമ്മളെ ബേസിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഒരു ലാവാ പൂൾ ഉള്ളത്. നമുക്ക് ഈ ലാവ പൂൾ വെച്ച് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് എടുത്ത് നമുക്ക് ഒരു നെതർ പോകണം. ഇന്നെന്തായാലും നമുക്ക് ബ്രീഡർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വില്ലേജ് അല്ലേ ഇത്, ഇവിടെ ആടെയാണ് നമ്മൾ ബേസ്. ഇവിടെയാണ് നമ്മുടെ വില്ലേജ്. കോയി പുതിയ അപ്ഡേഷൻ വന്നു. ഇവിടെ ഒരു കേവും ഉണ്ട്. നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഇതുണ്ടാക്കുന്ന ബ്രീഡർ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് റിസോഴ്സ് ഗ്യാതറിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ സീരീസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. പക്ഷേ അയൺ ഫാം ഉണ്ടെങ്കിൽ അയൺ ഫാം വെച്ചിട്ട് നമുക്ക് സംഭവങ്ങളും അയൺ ആർമർ, അയൺ ടൂൾസ് എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വെച്ച് നമുക്ക് ഡയമണ്ട് ആർമർ ഉണ്ടാക്കുക. എന്നിട്ട് എൻ്റർ കൊല്ലുക. പിന്നെയും കളിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം കളിക്കാൻ ശ്രമിക്കും. 100 days സർവൈവലാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ സീരീസ് മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രചോദനമായിരിക്കും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഗൈസ്. നമുക്ക് കുറച്ച് ഹെയർബൈൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടാവും അയൺ ഫാമിന് വേണ്ടിയിട്ട്, കുറച്ച് വില്ലേജസിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർബൈൽസിൻ്റെ ആവശ്യമുണ്ടാവും. നമുക്കിത് എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യം വരും, എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ. നമുക്ക് എന്തായാലും നൈസായിട്ട് വില്ലേജ് പറഞ്ഞാൽ പൊക്കണം കൊടുക്കുന്നത്. പിന്നെ വില്ലേജ് നോക്കാനാണ് വന്നത്. നമുക്ക് ഫാമാണ് ഉണ്ടാക്കും. ഈ വില്ലേജറിനെല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെയുള്ള ബെഡ് മൊത്തം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെയുള്ള അയൺകോളത്തിന് തല്ലി കൊല്ലണം. പിന്നെ അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച് വില്ലേജർ റീസ്പോൺ ആയി പോകാണ്ടിരിക്കാൻ നൈസായിട്ട് നമ്മുടെ ബെഡ് പൊട്ടിച്ച ചില വില്ലേജേഴ്സ് റീസ്പോൺ ആവും. കാരണം എന്ന് വെച്ചാൽ ബെഡ് ഇല്ലെങ്കിൽ ബെഡ് റോക്കൽ അങ്ങനെയാണ്, റീസ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 2 വില്ലേജറിനെ പിടിച്ചു വെക്കാം. അവിടെ വില്ലേജർ വരുന്നുണ്ടെങ്കിലും കൂടി പിടിച്ചു വെക്കാം. അവസാനം നമ്മൾ 2 വില്ലേജറിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വില്ലേജേഴ്സ്. ഇത് പിടിച്ച് കുറച്ചങ്ങോട്ട് നീട്ടിയേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വില്ലേജേഴ്സ്. ഈ വില്ലേജ് ഇതിന് മൂടേണ്ട ആവശ്യമില്ലല്ലോ. മൂടാൻ ബ്ലോക്കൊന്നുമില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ പിടിച്ചേക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ വില്ലേജസിനെ തട്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ബെഡ് മൊത്തം മുറിച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. നമുക്കിത് സെറ്റാക്കിയിട്ട് അയൺഫാമൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഹൈ ലെവലിലെത്തും. എന്നിട്ട് ഹാർഡ് കോർ ആയതിനെ കൊണ്ട് തന്നെ ഡെപ്ത് വന്നാൽ തീർന്നില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യണം. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട് മെയിനായിട്ട്. അതുകൊണ്ട് നമുക്ക് കൗവിനെ കൊന്നുകളയാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നേരെ ബ്രീഡർ ഉണ്ടാക്കുന്ന സെറ്റപ്പിലേക്ക് പോകാം. ഇനി ബ്രീഡർ കുറച്ച് കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇവിടെയുള്ള ബെഡ് മൊത്തം മുറിച്ചങ്ങ് എടുക്കുക, വേറെ സീൻ. അപ്പോൾ നമ്മൾ അയൺ കോള അണ്ണനെ കിട്ടിയിട്ടുണ്ട്. അണ്ണനെ കൊല്ലാം. അണ്ണനെ കൈകൊണ്ട് പിടിച്ച് കൊല്ലാണ്. ആക്സ് പൊട്ടിപ്പോയി. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഓക്കെ, നമുക്ക് എന്തായാലും ഇവരെ വെച്ച് ഫാം ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും എല്ലാം സെറ്റാക്കും. നിങ്ങളൊരു സപ്പോർട്ട് മാത്രം മതി എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം. നിങ്ങൾ ആദ്യം ആലോചിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുക. അത് മാത്രം മതി എൻ്റെ വീഡിയോ. അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കണ്ട ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഫാം ഉണ്ടാക്കുന്നത്. നമുക്ക് അങ്ങോട്ട്
ഇവിടെ ഉണ്ടാക്കണോ, ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊന്നും ഇല്ലല്ലോ, ഇത് നമ്മൾ തുടങ്ങിക്കല്ലോ. അപ്പൊ നമുക്ക് സ്ട്രിങ് ഒന്നും കിട്ടിയില്ല. എന്തായാലും മോഫാം ഒക്കെ ഉണ്ടാക്കണം, അതൊക്കെ പിന്നെ ഉണ്ടാക്കാം. അവിടുന്ന് ഇവിടുന്ന് നോക്കുകയാണ്. ഇവിടെ നമ്മളെ ബേസ്, നമ്മളെ വില്ലേജ്, ഞാൻ വന്ന വില്ലേജ്, അതിന്റെ തൊട്ടപ്പുറം വേറൊരു വില്ലേജ്. ഇവിടെ ഒരു റിവീലും ഉണ്ട് ആണോ. നമ്മളെ വില്ലേജിന്റെ തൊട്ടപ്പുറം വേറൊരു വില്ലേജ്. പക്ഷെ എന്റെ മോനെ, എന്റെ ലക്ക്, ഞാൻ ഏത് സീരീസ് തുടങ്ങിയാലും അതിന്റെ അടുത്തടുത്ത് 2 വില്ലേജ് ഉണ്ടാവും. ആ അതിന്റെ പ്രത്യേകത. ഞാൻ വിചാരിച്ചു കളി തേടിയ വള്ളി കാലി ചുറ്റി. ഞാൻ വിചാരിച്ചു കളി അങ്ങനെ ക്യാരറ്റ് ഇല്ലാണ്ട് ഫാമും കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് തന്നെ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റേ വില്ലേജിൽ ഒരു കൃഷിയും ഇല്ല. എന്നാലും ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ളതും എടുക്കാൻ പോവാം. അയൽക്കുളത്തിൽ എന്തായാലും നമ്മൾ തട്ടി കാണാം. നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ അയണിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഈ അയൺകുളത്തിലൂടെ അടിച്ചു വന്നിട്ട് നമുക്ക് ജസ്റ്റ് നമുക്കൊരു എന്തെങ്കിലും ഉണ്ടാക്കാൻ 6 അയണ് കിട്ടിയിട്ടുണ്ട് ബാക്കി. ഓക്കെ, ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഒരു 3 അയണ് വെച്ചിട്ട് പിന്നെ ഒരു 6 അയണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ക്യാരറ്റ് മൊത്തം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഫാം ഉണ്ടാക്കേണ്ട പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ 4 വരി ഇങ്ങനെ വെക്കുക. ഓക്കെ, 1 2 3 4 1 2 ഇവിടെ മുറിച്ചിട്ട് ഇവിടെ വേണ്ട. അപ്പൊ മൊത്തമായിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കോബിൾ സ്റ്റോൺ വെച്ചിട്ട് മൊത്തം ഒന്ന് മൂടി കൊടുത്താൽ ഈ സൈഡിലൊക്കെ ഒന്ന്. അപ്പൊ നമ്മളെ ഫാമിന്റെ ഔട്ട്ലൈൻ ഒക്കെ സെറ്റ് ആവും. അപ്പൊ നമ്മള് ഈ ബ്ലോക്കൊക്കെ ഇങ്ങനെ ചുറ്റിലങ്ങ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഉള്ള ഒരു കുഴി, പിന്നെ നമുക്ക് കിട്ടിയ ക്രോപ്സ് വെച്ചിട്ട് ഇവിടെ മൊത്തം ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കാം. ഇത് വളർന്നിട്ട് വേണം അവർക്ക് കൊടുത്തിട്ട് അവര് ബ്രീഡായിട്ട് വില്ലേജേഴ്സിനെ സെറ്റ് ആക്കാൻ. അതെ, പന്നി ഉണ്ട് വരുന്നത് എന്റെ കയ്യിലുള്ള ക്യാരറ്റ് കണ്ടിട്ട്. ഓക്കെ, പന്നി അവിടെ പൊട്ടിച്ചടാ. വെറും പന്നി തന്നെ. ബെഡ് വെക്കാൻ വേണ്ടിട്ട് നമ്മള് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാണ്. ഇവിടെ ഒരു 3x3 നമ്മളൊരു വട്ടത്തിലുള്ള ഒരു ഇത് ഉണ്ടാക്കുകയാണ്. കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ നമ്മൾ വെച്ചിടാണ്. ഇപ്പുറത്തെ 2 സ്ഥലത്ത് വെച്ചിടാം. ജസ്റ്റ് ഒരു 3x3. ഇനി എൻ്റെ ഇവിടെ കുറെ ബെഡ് വേണം, കുറെ ബെഡ് വേണം. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ജാവയിലാണ് വെറും 3 ബെഡ് മാത്രം ആവശ്യമുണ്ടാവും. പക്ഷെ ഇതില് ബെഡ് റോക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ജാവനെ പോലെ അല്ല ഇതിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അതൊരു ഇടങ്ങാറാണ്. ഒരു PC ഒക്കെ എടുത്തിട്ട് ജാവ ഒക്കെ എടുക്കണം. ഇതാണ് ഇവിടുന്നാണ് ഞാൻ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുന്നത്. ഇവിടുന്ന് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കോബിൾ സ്റ്റോൺ ഒക്കെ ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കും. ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് ഇവിടുന്ന് ഇവിടെയൊക്കെ താഴെയൊക്കെ കുഴിച്ചിക്കാൻ. ഇതിന്റെ മുകളൊന്നും സ്പോൺ ആകാണ്ടിരിക്കാൻ നമുക്ക് ഇതിന്റെ മുകളിൽ സ്ലാബ് വെക്കാം. അപ്പോൾ ഇതിന്റെ മുകളൊന്നും സ്പോൺ ആവില്ല. അതിന്റെ അടുത്ത് നമുക്ക് ഇവിടുന്ന് 2 കുഴി വെച്ചിട്ട് ഹാർഡ് കോർ ആയിട്ട് ഞാൻ അടുത്ത് ചാടുക. ഓക്കെ, 2 കുഴി വെച്ചിട്ട് ഹാർഡ് കോറാണ് എന്നോടങ്ങ് മറന്നുണ്ട്. സത്യം പറഞ്ഞാല് 2 കുഴി വെച്ചിട്ട് ഇവിടുന്ന് വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. വില്ലേജർ വന്ന് നിൽക്കുന്ന സ്ഥലം എവിടെയായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഞാൻ സ്ലാബ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേബി വില്ലേജർ പുറമേക്ക് ചെയ്യില്ല. അതിൻ്റെ ഇവിടെ ട്രാപ്പ് ഡോർ വെക്കണം. അതുകൂടി വെച്ചാല് ബേബി വില്ലേജേഴ്സ് മാത്രം, അല്ല ഇതിന്റെ മുകളിൽ ബ്ലോക്ക് വെക്കണം. പിന്നെ ബേബി വില്ലേജേഴ്സ് മാത്രം അതിന് കുഴിന്റെ അടിയിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഇറക്കുന്നത്. ഇതിനെ പിടിച്ചേക്കാം. എന്നിട്ട് ഫാമിന്റെ അടുത്ത് കൊണ്ടാക്കാം. വെള്ളം കൊണ്ട് നമുക്ക് ഫാമിൽ സെറ്റ് ആക്കാൻ പറ്റും. ഫാമിൽ ഇവരെ കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഇവരെ ഇങ്ങനെ തുഴഞ്ഞു ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് കയറ്റാം. അടുത്ത വില്ലേജേഴ്സിനെയും കൊണ്ടുവരണം. ഒരു 2 വില്ലേജേഴ്സാണ് ഇതിന്റെ ആവശ്യം. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്നോട് അറിയാണ്ടൊന്ന് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ വീണു വില്ലേജർ. ഇവിടുന്ന് വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും നോക്കാട്ടാ. ഇത് വെള്ളം ഒഴിച്ചാൽ കയറ്റാൻ പറ്റില്ലേ? അത് നമുക്ക് ഇതിനെ പിടിച്ചിട്ട് അതിൻ്റെ അകത്താക്കാൻ പറ്റും നോക്കാം. പിന്നെ ഇതിന്റെ ബോട്ടിൽ ചെറിയ ബഗ്ഗും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ഇത് അപ്ഡേഷനിൽ. ഓക്കെ, എടാ സഫക്കേറ്റ് ആണ് എന്റെ മോനെ. ഇപ്പൊ ചാവും ഹാർഡ് കോർ. എടാ പൊട്ടിക്ക് പഞ്ചാത്തേനെ മോനെ. ബ്ലോക്ക് പൊട്ടിച്ച് വില്ലേറക്ക്. പക്ഷെ എന്റെ മോനെ ഇപ്പം പോയേനെ. എന്റെ മോനെ ഇപ്പം ചത്തേനെ. ഹാർഡ് കോർ 2ാമത്തെ സീരീസ് തന്നെ PC
എപ്പിസോഡിൽ തന്നെ തീർന്നേനെ. അമ്പോ ഇപ്പൊ സംഭവിച്ച് പണി കാണും. എന്റെ സത്യമില്ല ഒരു ഹാർട്ടിൽ നിന്നേടാ എന്റെ പോലെ ആ ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർന്നു. അവസാനം എങ്ങനെയാ രണ്ടാമത്തെ വില്ലേജ് എറിഞ്ഞ് നമ്മള് കൊണ്ടാന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് കയറാൻ പറ്റും. അത് പുതിയ ഓപ്ഷനാണ്. പക്ഷെ ബോട്ടിൽ ബഗ് വന്നിരിക്കും. രണ്ട് വില്ലേജ് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എത്ര ബെഡ് വേണം, എത്ര വില്ലേജ് ഇറങ്ങണോ അത്ര ബെഡ് ഇവിടെ ആവശ്യമുണ്ട്. അത്രയും ബെഡ് ഇവിടെ നമ്മൾ നിരത്തി അട്ടിക്ക് ഇവിടെ വെക്കണം. മൊത്തം വെക്കട്ടെ. അപ്പൊ തൽക്കാലം നമുക്ക് കയ്യിലുള്ള ബെഡ് മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ വേറെ ബെഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 2 കമ്പോസ്റ്റർ കൊടുക്കണം. മറ്റേ ജോലിയില്ലേ, അതിന്റെ ജോലി, അത് രണ്ടെണ്ണം കൊടുക്കണം. ഓക്കെ, അപ്പൊ രണ്ടാളും ഫാർമർ ആവുമെന്ന്. രണ്ടാളും ഫാർമർ ആയിട്ടുണ്ട്. ഇപ്പൊ രണ്ടെണ്ണെ ബോട്ടം ഓടിച്ചെടുക്കാം. ജസ്റ്റ് ചെറിയൊരു പണി പറ്റി. എന്റെ മോനെ അറിയാണ്ട് എന്നോടൊന്ന് അയണുണ്ട്, അയൺ ഡോർ ഉണ്ടായിപ്പോയി. 6 അയണും പോയടാ. ആകെയുള്ള അയണായിരുന്നു. എങ്ങനെയെങ്കിലും ഓക്കെ, അതിനോട് എന്തെങ്കിലും ഗുണമുണ്ടായിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ വെച്ചാൽ സോംബീസ് ഒന്നും അകത്തേ കയറില്ല. അപ്പൊ നമുക്ക് ഡ്രോപ്പ് മറ്റേ വില്ലേജിനൊക്കെ പെട്ടെന്ന് എടുക്കാം. ഇപ്പൊ നമ്മളെ ഫാം എന്തായാലും വർക്ക് ചെയ്യും. നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുന്നപ്പോഴത്തേക്കും ഫാം വില്ലേജേഴ്സ് വരികയായിരിക്കും. ഇവരൊക്കെ എന്തായാലും ക്രോപ്സ് മൊത്തം നട്ടിട്ട് അപ്പോഴത്തേക്ക് വരികയായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും ലെങ്ത് കുറച്ച് കൂടിപ്പോയി വീഡിയോക്ക്. അപ്പോൾ എന്തായാലും ലെങ്ത് കുറച്ച് കൂട്ടിയിടണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു കമന്റിൽ ബ്രോ പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടിയിടുന്നത്. പിന്നെ ലെങ്ത് കൂട്ടിയിട്ടാലും ഗുണമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ് ചെയ്യാം.